നമസ്കാരം. കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെയ്യിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ 2023-24 കറണ്ട് അഫയേഴ്സ് ഓരോ ക്ലാസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ റെസ്പോൺസിനനുസരിച്ചിട്ടാണ് അടുത്ത വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് സെഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ത്രൂ ന്യൂസ് പേപ്പറാണ്. അതായത് ന്യൂസ് പേപ്പറിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം നമുക്ക് നോക്കാം. പുഞ്ചിരിക്കുന്ന ബുദ്ധൻ 1974 മെയ് 18 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ വിജയകരമായ ആണവായുധ പരീക്ഷണത്തിൻ്റെ കോഡ് നാമമാണ് പുഞ്ചിരിക്കുന്ന ബുദ്ധൻ. അതിനിപ്പോഴെന്താണ് പ്രത്യേകതയുള്ളത്? അതിന് 50 വർഷമായി എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്നത് കോഡ് നെയിം ആണെന്ന് പറഞ്ഞു ഇന്ത്യയുടെ വിജയകരമായ ആണവായുധ പരീക്ഷണത്തിന്. അപ്പോൾ 1974 മെയ് 18 എന്ന പറയുന്ന ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്നൊരു ന്യൂസ് പേപ്പർ കട്ടിങ് ഉണ്ടായിരുന്നു, ബുദ്ധൻ്റെ ചിരിക്ക് അരനൂറ്റാണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് നടന്നിരുന്നത്? രാജസ്ഥാനിലെ ഇന്ത്യൻ ആർമിയുടെ പൊക്രാൻ ടെസ്റ്റ് റേഞ്ചിലാണ് ന്യൂക്ലിയർ ഫിഷൻ ടൈപ്പ് ബോംബ് പൊട്ടിത്തെറിച്ചത് എന്ന് പറയുന്നപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്മൈലിംഗ് ബുദ്ധ 1974 മെയ് 18 ഇന്ത്യയുടെ ആദ്യത്തെ വിജയകരമായ ആണവായുധ പരീക്ഷണം. ബുദ്ധൻ്റെ ചിരിക്ക് അരനൂറ്റാണ്ട് എന്ന് പറഞ്ഞു. 50 ഇയേഴ്സ് കംപ്ലീറ്റ് ആയി ആ പറയുന്നൊരു ഇവൻറ്റ് നടത്തിയിട്ട്. ഇന്ത്യയുടെ അഭിമാനകരമായ അല്ലെങ്കിൽ വളരെയധികം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു ഈ പറയുന്ന പരീക്ഷണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, 2027 വനിതാ ലോകകപ്പിൻ്റെ വേദിയാണ് ബ്രസീലാണ്. അപ്പോൾ നമുക്കറിയാം PSC ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് മുമ്പോട്ടുള്ള വേദികളും അതുപോലെ തന്നെ ഇവൻസിൻ്റെ ഇൻ്റർനാഷണൽ ഇവൻസിൻ്റെ അതുപോലെ തന്നെ സ്പോർട്സ് ഇവൻസിൻ്റെയൊക്കെ വേദികൾ ചോദിക്കുന്നത്. ഇത്തവണ ഡിഗ്രി ലെവൽ ഫേസ് 2 എക്സാമിന് ചോദിച്ചൊരു വെന്യൂ ആണ് 2026 നടക്കുന്ന വിൻ്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെ പഠിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. 2027 വനിതാ ലോകകപ്പ് ബ്രസീലിലാണ്. അപ്പോൾ 2027 വനിതാ ലോകകപ്പ് ബ്രസീലിലാണ്. ഗാസയിലെ യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ അടയാളപ്പെടുത്തിയ ഫിഫ കോൺഗ്രസിൻ്റെ ബെൽജിയം, നെതർലൻഡ്സ്, ജർമ്മനി ഈ 3 പേരുമാണ് ബിഡ് ചെയ്തിരിക്കുന്നത്. സംയുക്ത ബിഡിനെ പരാജയപ്പെടുത്തിയാണ് 2027 വനിതാ ലോകകപ്പിൻ്റെ ആതിഥേയത്വം വഹിക്കാൻ ബ്രസീലിനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഫിഫ എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ഏത് ലോകകപ്പാണെന്ന് പറഞ്ഞിട്ടില്ല, ഇത് ഫുട്ബോൾ ലോകകപ്പാണ്. കാരണം ഫിഫ എന്ന് പറഞ്ഞു കേട്ടില്ല. അപ്പോൾ ഫിഫയാണ് ഈ പറയുന്ന ബിഡിങ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ്, അപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പാണ്. 2027 വനിതാ ലോകകപ്പാണ്. അതായത് വുമൺ ഫുട്ബോൾ വേൾഡ് കപ്പാണ് 2027 ബ്രസീലിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹരിതം സഹകരണം എന്ന് പറയുന്ന ഒരു സ്കീമാണ്. എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് നോക്കാം. സഹകരണ സ്ഥാപനങ്ങളിൽ പ്ലാവ് നടാൻ നിർദ്ദേശം എന്ന് പറഞ്ഞ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങിൻ്റെ തുടക്കം ജൂൺ 5 പരിസ്ഥിതി ദിനത്തിലാണ്. ജൂൺ 5 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേക്കാണ് ഈ പറഞ്ഞ പ്ലാവ് നടൽ എന്ന് പറഞ്ഞ പരിപാടി നടക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ച ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി സാമൂഹ്യ വനവത്കരണത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണം എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിനായി സഹകരണ വകുപ്പ് വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹരിതം സഹകരണം. ഇതിൻ്റെ ഭാഗമായി 2017 സഹകരണ വകുപ്പ് സംസ്ഥാനമൊട്ടാകെ സഹകരണ സംഘങ്ങൾ വഴി 5 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. അപ്പോൾ ഇത് എഫോറസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയാണ്. ഏത് വകുപ്പിൻ്റെയാണ്? സഹകരണ വകുപ്പിൻ്റെയാണ്. സഹകരണ സ്ഥാപനങ്ങളിൽ പ്ലാവ് നടാൻ നിർദ്ദേശിക്കുന്ന ഈ പറഞ്ഞ ജൂൺ 5 2024 ഈ പറയുന്നൊരു പ്രത്യേക നിർദ്ദേശം വന്നിരിക്കുന്നത്. അപ്പോൾ നാലാമത്തെ കാര്യം സ്മാർട്ട് ഫാമിങ്ങിനുമായി ബന്ധപ്പെട്ടതാണ്. കൃഷിയിടം സ്മാർട്ടാക്കാൻ ഡ്രോൺ ശ്രീ എന്ന് പറയുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? കർഷകരെ സഹായിക്കാൻ കൃഷിയിടത്തിൽ ഡ്രോണുമായി ഇനി കുടുംബശ്രീ അംഗങ്ങളെത്തും. ഡ്രോണുകളുടെ ഉപയോഗിച്ച് കീടനാശിനി തളിക്കൽ, വളമിടൽ, കീടനാശിനിയുടെ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ വളമിടൽ, വിത്ത് വിതയ്ക്കൽ, വിളകളുടെ വളർച്ചാ നിരീക്ഷണം ഇവയൊക്കെ ഏതുമായി ബന്ധപ്പെട്ട് നടത്തും? ഡ്രോണിൻ്റെ ഉപയോഗത്തോടെ നടക്കും. അപ്പം സ്മാർട്ട് ഫാമിങ്ങുമായി ബന്ധപ്പെട്ട് കൃഷിയിടങ്ങളെ സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രോൺ ശ്രീ എന്ന് പറയുന്ന സാധനം. ഈ സ്കീം ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? കുടുംബശ്രീയാണ് എന്ന് ആലോചിച്ച് വെക്കണം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് വിദ്യാധിരാജപുരത്ത് ചട്ടമ്പി സ്വാമിയുടെ പൂർണ്ണകായ പ്രതിമ അനാവരണം ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചട്ടമ്പി സ്വാമിയുടെ മഹാസമാധി ശതാബ്ദി ആചരണം മഹാഗുരു വർഷം എന്ന പേരിൽ നടക്കുന്നുണ്ട്. അപ്പം അതൊരു മഹാഗുരു വർഷം എന്ന് പറഞ്ഞ സ്കീമുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരു കാര്യം. 2, ഈ പറയുന്ന വിദ്യാധിരാജപുരത്ത് ചട്ടമ്പി സ്വാമിയുടെ പൂർണ്ണകായ പ്രതിമ അനാവരണം ചെയ്തു എന്നുള്ള ന്യൂസും ഇമ്പോർട്ടൻ്റ് ആണ്. ചട്ടമ്പി സ്വാമികളുടെ ലോകത്തെ ഏറ്റവും വലിയ പ്രതിമയുടെ സമർപ്പണ കർമ്മം വിദ്യാധിരാജ ഇൻ്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ DM വാസുദേവൻ നിർവഹിച്ചു. സമ്മേളനം സെക്രട്ടറി ജനറൽ പെരുമറ്റം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞൊരു ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ലോകത്തെ ഏറ്റവും വലിയ പ്രതിമ എന്ന് പറയുന്ന പ്രതിമ ഇതാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അടുത്തത് ഓപ്പറേഷൻ പാം ട്രീ. ഈ പാം ട്രീ ഓപ്പറേഷൻ എന്തുമായി ബന്ധപ്പെട്ടാണ്? ഇപ്പോൾ ഇതിൽ ന്യൂസ് എന്താ വെച്ചാൽ ആക്രയിൽ വെട്ടിച്ചത് 209 കോടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എന്ത് തരം വെട്ടിപ്പാണ്?
സംസ്ഥാനത്ത് ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താനായി എന്ന് പറയുന്നു. സംസ്ഥാന GST വകുപ്പാണ് പറയുന്നത്. ഓപ്പറേഷൻ പാം ട്രീ എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ 1170 കോടി രൂപയുടെ വ്യാജ ഇടപാട് കണ്ടെത്തിയെന്നാണ് സംസ്ഥാന GST വകുപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. ആകെ 209 കോടിയുടെ നികുതി നഷ്ടം ഉണ്ടായതായിട്ടും കണ്ടെത്തി, അല്ലേ, റവന്യൂ ലോസ് ആയിട്ടും കണ്ടെത്തി. അപ്പോൾ ഓപ്പറേഷൻ പാം ട്രീ എന്തുമായി ബന്ധപ്പെട്ടാണ്? ആക്രി വെട്ടിച്ചതുമായി ബന്ധപ്പെട്ടാണ് GST വകുപ്പിൻ്റെയാണ്. അപ്പോൾ ഇത് എനിക്ക് ഒന്നും മറക്കാൻ സാധ്യതയില്ല. കാരണം ആക്രിയൊക്കെ കുറേ കൂടി സ്പെസിഫിക് ആയിട്ട് ഓർമ്മ ഉണ്ടാക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ പാം ട്രീ എന്ന് പറയുന്നത് ആക്രിയുമായി ബന്ധപ്പെട്ടതാണ്. GST വകുപ്പാണ് അത് ഈ പറഞ്ഞ റവന്യൂ ലോസുമായി ബന്ധപ്പെട്ടാണ്. അത് ഓർത്ത് വെക്കണം. നികുതി തട്ടിപ്പാണ്. 8ാമത്തെ കാര്യം, ഇന്ന് ലോക ഫുട്ബോൾ ദിനം എന്ന് പറഞ്ഞ വാർത്ത. അപ്പോൾ ലോക ഫുട്ബോൾ ദിനം മെയ് 25 ഇന്നല്ല. അപ്പോൾ ആ പേപ്പർ കട്ടിങ് അതുപോലെ എടുത്താണ്. ലോകത്തിലെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ഫുട്ബോൾ ടീമുകൾ ആദ്യമായി ഒരു ടൂർണമെൻറ്റിൽ മത്സരിച്ച് 1924 പാരീസ് ഒളിമ്പിക്സിലാണ്. അവിടെ ഫുട്ബോൾ ടൂർണമെൻറ്റ് തുടങ്ങിയത് മെയ് 25 അങ്ങനെയാണ് ഈ പറയുന്ന മെയ് 25 ലോക ഫുട്ബോൾ ദിനമായിട്ട് മാറിയത്. അടുത്തത് അഗ്നിബാൺ വിക്ഷേപണം വിജയം എന്നുള്ള ന്യൂസാണ്. ചരിത്രം കുറിച്ച് അഗ്നികുൽ കോസ്മോസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് പൊതുവെ ചോദ്യങ്ങളാവാറുണ്ട്. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനമായ അഗ്നിബാൺ സോർട്ടഡ് സബ് ഓർബിറ്റൽ ടെക് ഡെമോൺസ്ട്രേറ്റർ പരീക്ഷണ വിക്ഷേപണം വിജയം എന്ന് പറഞ്ഞ ന്യൂസാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 575 കിലോ ഭാരവും 6.2 മീറ്റർ നീളമുള്ള അഗ്നിബാണിന് 300 കിലോ വരെയുള്ള പേലോഡ് വഹിച്ച് 700 കിലോമീറ്റർ വരെയുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കാനാവും എന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന കമ്പനി ഒന്ന് ഓർത്ത് വെക്കണം. ഈ പറയുന്ന സ്വകാര്യ ബഹിരാകാശ കമ്പനി ഓർത്ത് വെക്കണം. അഗ്നികുൽ കോസ്മോസ് അഗ്നിബാൺ വിക്ഷേപണം വിജയം എന്ന് പറഞ്ഞ ന്യൂസും ഓർത്ത് വെക്കണം. ഈ പേര് മറക്കരുത്. അടുത്തത്, രജത ജൂബിലി നിറവിൽ കൊച്ചി വിമാനത്താവളം. ഉദ്ഘാടനം 1999 മെയ് 25 ആദ്യ വിമാന സർവീസ് 1999 ജൂൺ 10 അപ്പോൾ 25 വർഷം തികയ്ക്കാണ് ഈ പറയുന്ന കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യയിലെ പൊതുമേഖല സ്വകാര്യ മേഖല പങ്കാളിത്തം, അതായത് പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ്, അല്ലേ, സ്വകാര്യ മേഖല പൊതുമേഖല പങ്കാളിത്തത്തോടെ തുടങ്ങിയ ആദ്യത്തെ വിമാനത്താവളമാണ്. എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 1999 മെയ് 25 പ്രവർത്തനം ആരംഭിച്ചു. മൊത്തം യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ 7ാമതും അന്തർദേശീയ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ 4ാമതുമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കേരളത്തിലെ വ്യോമഗതാഗതത്തിൻ്റെ പകുതിയും കൈകാര്യം ചെയ്യുന്ന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് എന്ന് പറയുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 25 വർഷം രജത ജൂബിലി ആഘോഷിക്കുകയാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഉദ്ഘാടനം ചെയ്ത ദിവസം ഒന്ന് ഓർത്ത് നോക്കണം, മെയ് 25, 1999. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്, ആന്ധ്ര സ്വദേശി ഗോപിചന്ദ് ആദ്യ ഇന്ത്യൻ ബഹിരാകാശ ടൂറിസ്റ്റ് ആയി എന്നാണ്. ശതകോടീശ്വരൻ ജെഫ് ബെസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ ഇന്നലെ നടത്തിയ 7ാം ദൗത്യത്തിൽ ഭാഗമായ ഗോപിചന്ദ് ആന്ധ്രാപ്രദേശിലെ വിജയവാഡ സ്വദേശിയാണ്. അപ്പോൾ ഗോപിചന്ദ് ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി. അടുത്തത് IPL 2024 ന്യൂസാണ്. കൊൽക്കത്തയ്ക്ക് 3ാം IPL കിരീടം എന്ന് പറഞ്ഞ ന്യൂസാണ്. കപ്പ് റൈഡേഴ്സിന്, അല്ലേ. IPL കലാശപ്പോരിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ച് 3ാം കിരീടം ആരാണ് സ്വന്തമാക്കിയത്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ്. ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് നടന്നത്. 116 റൺസിൻ്റെ വിജയലക്ഷ്യം നേടിയിറങ്ങിയ കൊൽക്കത്ത 10.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം സ്വന്തമാക്കുകയായിരുന്നു. അപ്പം IPL ഫൈനൽ നടന്ന എവിടെയാണ്? ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ്. ആരായിരുന്നു ഫൈനൽ കളിച്ചിരുന്നത്? സൺറൈസേഴ്സ് ഹൈദരാബാദും അതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനാണ് കപ്പ് കിട്ടിയത്. 13ാമത്, ജംഗിൾ ബുക്കിലെ പാട്ടൊരുക്കിയ റിച്ചർഡ് ഷെയർമാൻ അന്തരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ജംഗിൾ ബുക്കിലെ പാട്ടൊരുക്കിയതാരാണ്? റിച്ചർഡ് ഷെയർമാൻ. അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്തയാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. സായം പ്രഭ ഹോം, പകൽ കേന്ദ്രങ്ങൾ ഇനി സായം പ്രഭ ഹോം എന്ന് പറഞ്ഞൊരു ന്യൂസുണ്ട്. സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പകൽ പരിപാലന കേന്ദ്രങ്ങൾ പേരുമാറി സായം പ്രഭ ഹോമുകളായി മാറുന്നു എന്ന് പറയുന്നു. അപ്പോൾ പകൽ സമയങ്ങളിൽ വയോജനങ്ങൾ നേരിടുന്ന ഒറ്റപ്പെടൽ, വിരസത, സുരക്ഷ ഇല്ലായ്മ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പരിഹാരമായിട്ടാണ് പകൽ കേന്ദ്രങ്ങൾ എന്ന ഈ പറയുന്ന സായം പ്രഭ ഹോമിന് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. അടുത്തത്, സന്തോഷ വിദ്യാലയം എന്ന് പറഞ്ഞൊരു സ്കീമാണ്, അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ്. എന്താണ് ഈ സന്തോഷ വിദ്യാലയം എന്ന് പറയുന്നത്? കുട്ടികളുടെ മുഖം കണ്ടാൽ തന്നെ അധ്യാപകർക്ക് മനസ്സിലാവണം അവർക്ക് സന്തോഷമാണോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടോ. അത് അനുസരിച്ചിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ സന്തോഷ വിദ്യാലയം എന്ന് പറയുന്നൊരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ഫോബ്സ് റാങ്കിങ്ങിൽ കേരള ഗ്രാമീൺ ബാങ്ക് ഇന്ത്യയിൽ 18ാമത് എന്ന് പറയുന്നൊരു
ന്യൂസാണ്. ഈ പറയുന്ന ഇതിൽ ഉൾപ്പെട്ട ഒരു RRB ആണിത്. ഈ പറയുന്ന ഫോബ്സ് മാഗസിൻ്റെ ബാങ്കിങ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏക RRB ആണിത്. RRB എന്ന് പറയുന്നത് റീജിയണൽ റൂറൽ ബാങ്കാണ്. അടുത്തത് സൈനിക സേവനവുമായി ബന്ധപ്പെട്ടൊരു ന്യൂസാണ്. ബ്രിട്ടനിൽ നിർബന്ധിത സൈനിക സേവനം പുനരാരംഭിക്കാൻ ഋഷി സുനക്ക് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററാണ്. ജൂലൈ 4 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലൂടെ ബ്രിട്ടനിൽ വീണ്ടും അധികാരത്തിലെത്തിയാൽ നിർബന്ധിത സൈനിക സേവനം പുനരാരംഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ജൂലൈ 4 പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്തി കഴിഞ്ഞാൽ ഋഷി സുനക്ക് അവിടുത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് നിർബന്ധിതമായ സൈനിക സേവനം 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് നിർബന്ധിതമായിട്ട് 1 വർഷത്തെ സൈനിക സേവനം അല്ലെങ്കിൽ ഈ പറഞ്ഞ നിർബന്ധമാക്കുമെന്നാണ് പറയുന്നത്. പപ്പുവ ന്യൂഗിനിയയിൽ ഉരുൾപൊട്ടൽ 2000-ലേറെ പേർ മണ്ണിനടിയിൽ എന്ന് പറയുന്നു. അപ്പം ഒരുപാട് പേര് മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് കാരണം ചിലപ്പോൾ ന്യൂസ് ചോദിക്കും ഈ പറയുന്ന 2025 മെയ്യിൽ നടന്ന ഉരുൾപൊട്ടലിൽ ഏത് രാജ്യത്താണ് 2000 പേര് മരിച്ചതിലെ കാണാതായതെന്ന് ചോദിച്ചാൽ പപ്പുവ ന്യൂഗിനിയാണ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പറയാൻ പോകുന്ന ഒരു പദ്ധതിയാണ് എന്നിടം എന്നൊരു പദ്ധതിയാണ്. അയൽക്കൂട്ട വനിതകൾക്ക് ഉല്ലാസത്തിന് എന്നിടം എന്നാണ് ന്യൂസ് കാണിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ 26 വർഷം പൂർത്തിയാകുമ്പോൾ കുടുംബശ്രീ അംഗങ്ങളുടെ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനത്തിൽ നടത്തുന്നൊരു പദ്ധതിയാണ് എന്നിടം എന്ന് പറയുന്നത്. വാർഡ് തലത്തിൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം വനിതകളുടെ സർഗാത്മകമായ കഴിവുകൾ വികസിപ്പിക്കാനുള്ള സാംസ്കാരിക കേന്ദ്രമായും മാനസിക ഉല്ലാസത്തിൻ്റെ വേദിയായും എന്നിടം മാറും. അപ്പോൾ എന്നിടം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതിയാണ്. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഗോൾഡൻ നീരജ് എന്ന് പറയുന്നൊരു ന്യൂസുണ്ട്. എന്താ കാര്യം? ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിൽ ജാവലിൻ നീരജ് ചോപ്ര ജേതാവായി. 82.27 മീറ്ററാണ്. അപ്പോൾ സ്വർണം എന്ന ലക്ഷ്യത്തിലെത്തി എന്ന് പറയുന്നൊരു ന്യൂസാണിത്. ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ജേതാവായി എന്ന് പറയുന്നു. 82.27 മീറ്റർ ഗോൾഡൻ നീരജ്. അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ തീർന്നിരിക്കുകയാണ്.